കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്റെ മേൽ കരുണയുണ്ടാകണമേ. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. ഭിന്നശേഷിയുള്ളവർ എത്രമാത്രം ശേഷിയുള്ളവരാണെന്ന് അവരുടെ വ്യത്യസ്തതകൾ കൊണ്ട് തിരിച്ചറിയണമെങ്കിൽ ഇതുവരെ ഗുഡ്നസ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള എപ്പിസോഡുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടാൽ മതിയാവും. അത്രമാത്രം വിസ്മയിപ്പിക്കുന്നു അവർ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. കാക്കനാട് തുതിയൂർ. ഇന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ നിരക്കുള്ളിലാണ് ഈ പ്രദേശമാകെ. എന്നാൽ അതിനു മധ്യയും കേൾക്കാതെ പറയാതെ കേൾക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് ഒരു കൗമാരക്കാരി. മിന്റു. മിന്റു, ഹലോ, സുഖാണോ? വലിയൊരു കലാപ്രതിഭയുടെ അടുത്തേക്കാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. മിന്നുവിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. എല്ലാരെയും എനിക്കൊന്ന് പരിചയപ്പെടുത്തോ? ഇതാരാ? ഇതാരാ? ആരാ? അമ്മ. അമ്മയുടെ പേരെന്താ? അമ്മ മിനി. ഇതാരാ? അനിയത്തി. മീര. ആ, പേര് മീര, എനിക്ക് മനസ്സിലായിട്ടോ. ആ, മീര. ഇനിയിപ്പോ അങ്ങോട്ട് ചോദിക്കുന്നില്ല. അതാരാ? മെൽബിൻ. ആ, എനിക്ക് അതോ അപ്പുറത്ത് ബാക്കി നിൽക്കുന്നോ? വർക്കി. വലിയ പ്രശ്നല്ലേ? നമസ്കാരം. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഏലിക്കുട്ടി, വല്യമ്മച്ചിയാണ്. മിന്റുവിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് തുടരാം. മിന്റുവിനൊരു രണ്ടാം വീടുണ്ട്. അത് കുറച്ച് ദൂരെയാണ്, കൊച്ചിയിലെ മുണ്ടൻവേലിയിൽ. ഏതാണ്ട് 8 വയസ്സ് മുതൽ ഇപ്പോൾ 10ാം ക്ലാസ് വരെ ജീവിതത്തിന്റെ കാഴ്ച തന്നെ മാറ്റിയ കുറേ സാഹചര്യങ്ങളായിരുന്നു അവിടെ. പഠനകാര്യത്തിലാവട്ടെ ക്ലാസ് ഫസ്റ്റാണ്. ക്രാഫ്റ്റ് വർക്കിൽ സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് 2 or 3 തവണ നേടിയിട്ടുണ്ട്. കഴിവുകളാവട്ടെ അതിലധികവും. 8 വയസ്സുള്ളപ്പോൾ മുണ്ടൻവേലി ഫാദർ അഗസ്റ്റിനോ വിജിലൻസ് സ്കൂളിലാണ് ഉണ്ടാക്കുന്നത്. അവിടെ വെച്ച് ഇപ്പോൾ മിന്റു 10ാം ക്ലാസ് വരെ 10ലായി. ഇതിനിടെ മിന്റു ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. അവിടുത്തെ സ്കൂളിങ്ങും പഠനങ്ങളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? വളരെ നല്ല രീതിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കുട്ടിയാണ്, എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുകൊണ്ട് പോകും എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കുട്ടിയും സാധാ കുട്ടികളെ പോലെ തന്നെയൊക്കെ ആകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവിടുത്തെ പഠന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? സ്പീച്ചാണ് അവർ കൊടുക്കുന്നത്, സൈഡ് ലാംഗ്വേജ് ഇല്ല. കുട്ടികൾ അതുകൊണ്ട് തന്നെ ഒരുവിധമൊക്കെ സംസാരിക്കുന്നുണ്ട് ഞങ്ങളോടാണെങ്കിലും. വീട്ടിൽ നിന്ന് വിട്ടു നിന്നാണ് പഠിച്ചതല്ലേ? ഞങ്ങൾക്കൊട്ടും എങ്ങനെ മുന്നോട്ട് കൊണ്ടുകൊണ്ട് പോകുമെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ നീ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല, കാരണം കുട്ടീനെ എപ്പോഴാണെങ്കിലും നമ്മൾ മാറ്റി നിർത്തണം, പഠിക്കണം അവള്. ആ ചേട്ടൻ്റെ ഒരു നിർബന്ധം കാരണം തന്നെ അവളെ കൊണ്ട് ആക്കിയതും എല്ലാം. ആ സ്കൂള് വീട് ആ ഒരു ടൈം ടേബിൾ അത് തിങ്കളാഴ്ച കുട്ടീനെ കൊണ്ടുപോയി സ്കൂളിൽ വിടും. തിങ്കളാഴ്ച രാവിലെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച, ശനിയാഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ ശനിയാഴ്ച കൂട്ടും, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് കൂട്ടിക്കൊണ്ടുവരും. വീണ്ടും ഒരാഴ്ചക്കുള്ള ഡ്രസ്സായിട്ട് വീണ്ടും തിങ്കളാഴ്ച കൊണ്ടാക്കും. ഫ്ലവർ മേക്കിങ്ങിൽ തുടർച്ചയായി 2 വർഷമാണെന്ന് തോന്നുന്നല്ലേ? സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് ആയിരുന്നു മിന്റു. ലാസ്റ്റ് നടന്നത് തൃശ്ശൂരായിരുന്നു. അവിടെ എ ഗ്രേഡ് കിട്ടിയായിരുന്നു. 2 വർഷത്തോളം മിന്റുവിന് എ ഗ്രേഡ് തന്നെയായിരുന്നു. പാവനയുടെയും റോട്ടറിക്കാരുടെയും ഉള്ള ഒരിതായിരുന്നു. അതിന് പോയി മത്സരിക്കാറുണ്ട്, ചെസ്സായിട്ടും പിന്നെ ക്രാഫ്റ്റ് ആയിട്ടും എല്ലാം. ആർട്ടും ക്രാഫ്റ്റും ചെസ്സും മാത്രമല്ല, ഡാൻസിലും ഒരു വലിയ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് മിന്റു.
ശരിക്കും ഞങ്ങൾക്കറിയില്ലായിരുന്നു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഒരു കഴിവുണ്ടെന്ന് തന്നെ ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവിടെ ചെന്ന പിന്നെയാണ് ഓരോന്നിനും സെപ്പറേറ്റ് കഴിവുകളുണ്ടെന്നും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നതെന്നൊരു കാരണമല്ല എങ്കിലും മത്സരങ്ങൾക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അഭിമാനം തോന്നാറില്ലേ? ശരിക്കും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ കുട്ടി ഇത്രയ്ക്ക് അങ്ങോട്ട് വളരും എന്ന് ഞങ്ങൾക്കൊട്ടും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനം തന്നെയാണ്. ഫ്ലവർ മേക്കിംഗ് ആരാ പഠിപ്പിച്ചേ? ബീന സിസ്റ്റർ. ഓക്കെ. വരയ്ക്കാൻ ആരാ പഠിപ്പിച്ചേ? സുരേഷ് സാറ്. എല്ലാ വിഷയത്തിനും ഫസ്റ്റ് ആണോ? ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? സ്കൂളിൽ ഫസ്റ്റ് ആണോ? സ്കൂളിലും ഫസ്റ്റ് ആണോ? 3ാം ക്ലാസ്സിൽ അവിടെ ചേർന്ന പിന്നെ ഒരു വർഷം മാത്രമാണ് വേറെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയുള്ളൂ. ബാക്കി എല്ലാ വർഷവും ആള് തന്നെ ഫസ്റ്റ്. ഇഷ്ടപ്പെട്ട കൂട്ടുകാര് ആരാ? കൂട്ടുകാരാരാണ്? എല്ലാവരും കൂട്ടുകാരാണ്. ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? ടീച്ചർ ആരെ ഇഷ്ടമാണ്? ടീച്ചർ എല്ലാവരും ഇഷ്ടം. എല്ലാവരും. ഫ്ലവർ മേക്കിങ്ങിന് മത്സരത്തിന് പോകുമ്പോ ഒത്തിരി കുട്ടികളെ കാണില്ലേ? അവരോട് സംസാരിക്കാറുണ്ടോ? സംസാരിക്കും. എന്നിട്ടോ ഫസ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോ സന്തോഷമാകുമോ? അവർക്ക് സന്തോഷമാകും. സ്കൂളിൽ വന്നു കഴിയുമ്പോ എങ്ങനെയാ? സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു കഴിയുമ്പോ സ്കൂളിൽ സർട്ടിഫിക്കറ്റ് തരുന്നത് എങ്ങനെയാണ്? അസംബ്ലിയിൽ വെച്ച് കൊടുക്കും. എല്ലാവരും പ്രോത്സാഹനം കൊടുക്കും, കൈയടിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു MLA ഒരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടാനുണ്ട് മിന്റുവിന് അല്ലേ? അക്ഷരദീപത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്. അത് അടുത്ത ദിവസം. ഒന്നുകിൽ കുട്ടിയെ ജീവനോടെ കിട്ടും, അല്ലെങ്കിൽ അമ്മയെ. ഡെലിവറി ടൈമിലെ സർജറിക്ക് മുമ്പ് ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ എന്തുമാത്രം ആദ്യോടെ ആയിരിക്കുമല്ലേ ദൈവത്തെ വിളിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിന് മറുപടി എന്നോണമായിരിക്കണം രണ്ടുപേരെയും ജീവനോടെ തന്നെ നിലനിർത്തി. പക്ഷേ മിന്റുവിന് മാത്രം കുറച്ച് പ്രശ്നങ്ങൾ ബാക്കി വെച്ചു. 2002 മിന്റുവിൻ്റെ ജനനം. ഏപ്രിൽ 3 ആയിരുന്നു ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ 28 അസ്വസ്ഥത തോന്നി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ലിസിയിലായിരുന്നു ആയെങ്കിലും ഡേറ്റ് ആയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഒന്നും തന്നെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു സമയമായില്ല, ഒരാഴ്ച കൊണ്ട് ഡേറ്റ് ഉണ്ട്. ചെന്ന സമയമാണെങ്കിൽ പ്രസവ ബുധനാഴ്ചയായിരുന്നു അഡ്മിറ്റ് ആവാൻ ചെന്നത്. അപ്പോൾ ഡോക്ടർമാർ ലീവ്. അപ്പം അങ്ങനെയായി. അവർ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട് എന്ന് പറഞ്ഞു. അവരപ്പോൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞു കുട്ടി മഷിയിട്ടേക്കണേന്ന്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററിനോട് പറഞ്ഞു ഒന്നില്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ കേട്ടോടെ എൻ്റെ കൈകാലം വരച്ചിട്ട് പിന്നെ എനിക്ക് ഒരടി നീങ്ങാൻ പറ്റുന്നില്ല. അല്ലാത്ത ഒരു ടെൻഷനായിപ്പോയി. ആദ്യത്തെയാണ്, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു ഡ്രസ്സ് കൊണ്ട് തന്നു, അത് ഇടാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കൈകാലം തളർന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ അവർ എന്നെ വേഗം കൊണ്ട് കിടത്തിയിട്ട് വേഗം കയ്യിലൊക്കെ ശരീരം മൊത്തം നീരാണ്ടായിരുന്നു. അപ്പോൾ അവർ വളയൊന്നും ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിസേറിയൻ ചെയ്യുമ്പോഴേക്കും അതെല്ലാം മറിക്കണമല്ലോ. അപ്പോൾ 2 സൈഡിലും 2 സിസ്റ്റർമാർ നിന്ന് മറിച്ചു. എൻ്റെ ചുറ്റുവട്ടവും സിസ്റ്റർമാരായിരുന്നു. അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. എല്ലാം ഒരുക്കി കിടത്തിക്കൊണ്ട് അമ്മച്ചിനോട് സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് അമ്മച്ചി അറിയണത് ഓപ്പറേഷൻ ഉണ്ടാകാൻ പോണേണെന്നുള്ളത്. പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. പെട്ടെന്നായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി ചെന്നപ്പോഴേക്കും അവർ നട്ടിൽ വളച്ച് ഇഞ്ചക്ഷൻ എടുത്ത് അതിന് മരവിക്കാനുള്ളൊരു സമയം തന്നില്ല. അപ്പോഴേക്കും ഒരു വയറ് കീർത്ത് തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു വേദന. അപ്പം അതിന് വാവിട്ടോടുകൂടി വേഗം അവർ മറ്റേ ക്ലോർഫോം മണപ്പിച്ചു. അതോടുകൂടി സകല ബോധം പോയി. പിന്നെ 2 ദിവസത്തേക്ക് ബോധമേ ഉണ്ടായില്ലായിരുന്നു. 2 ദിവസത്തേക്കോ? 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഓർമ്മ തന്നെ വരുന്നത്. അപ്പം അവരങ്ങനെ പറഞ്ഞിരുന്ന കാരണം എനിക്ക് നാവ് പൊങ്ങുണ്ടായില്ല. കുട്ടി എന്തെന്ന് ചോദിക്കാൻ പറ്റണില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് കാണാമെന്നല്ലാതെ എൻ്റെ നാവ് ഒട്ടും പൊങ്ങുന്നില്ല. കാരണം കുട്ടി എന്തെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റണമില്ല. അവരെന്നെ കാണിച്ചതായിട്ട് ഞാൻ ഓർക്കണമില്ല. അപ്പോൾ റൂമിലോട്ട് വന്നിട്ടാണെങ്കിലും ഞാൻ ചുറ്റുവട്ടം നോക്കുന്നുണ്ട് കൊച്ചെന്തിയെന്നുള്ളത്. പക്ഷെ എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, ഒട്ടും പൊങ്ങുന്നില്ല, നാവ് പൊങ്ങുന്നില്ല. അത് കഴിഞ്ഞ് അമ്മച്ചിക്ക് മനസ്സിലായി. അമ്മച്ചി പറഞ്ഞ് കൊച്ചി ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായത്. കൊച്ചി ICUലായിരുന്നു. കൊണ്ടുവന്ന് കാണിച്ച് വീണ്ടും അവർ കൊണ്ടുപോകും. ICUലോട്ട് തന്നെ കൊണ്ടുപോകും. ICUലേക്ക് കൊണ്ടുപോകാൻ മാത്രം ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. ഒരാഴ്ച ICU തന്നെ ഇരുന്നു കുട്ടി. മഷി ഇട്ടിട്ട് കൊച്ചിനെ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര കരിനീല കളറായിരുന്നു അമ്മച്ചി പറയണേ. നീല കളറായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുട്ടീനെ ഞങ്ങൾക്ക് തന്നു വിടുന്നത് തന്നെ ഒരു തലേ ദിവസമാണ് തന്നത്.
ഡിസ്ചാർജ് ചെയ്യേണ്ട തലേദിവസം ആണ് കയ്യിലേക്ക് ഉണ്ണാവേ കിട്ടുന്നത്. തരുന്നത്. അതും ആദ്യത്തെ അതെ, കുട്ടിയായതിന്റെ ആദ്യത്തെ കുട്ടിയാണ്. പിന്നെ വീട്ടിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം കുട്ടി കരയും, നമ്മ അടുത്ത് വരുമ്പോൾ കൊച്ചു കരച്ചിൽ നിർത്തുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം ഒട്ടും എന്തോ അങ്ങ് തോന്നിയില്ല. കാരണം അങ്ങനെ നമുക്കങ്ങനെ തോന്നിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കൊച്ചിങ്ങനെ നമ്മ വിളിച്ചാലൊന്നും കൊച്ചങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, കൊച്ചു കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോയി, ലിസിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പം കുട്ടി ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായത്. അത് എത്ര വയസ്സായപ്പോഴാണ് മനസ്സിലായത്? 2.5 വയസ്സ്. 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 2 വയസ്സല്ല ഓക്കെ ആയിരുന്നു. അതായത് 2 വയസ്സാകാറായപ്പോൾ കുട്ടി നടന്നത് തന്നെ. ആ കുട്ടി നടക്കുന്നുണ്ടായില്ലായിരുന്നു. കുട്ടിയെല്ലാം സ്ലോവിലായിരുന്നു. കുട്ടി കമന്ന് വീഴുന്നില്ല, നടക്കണില്ല. അപ്പോൾ നടന്നതൊക്കെ 2 വയസ്സാകാറായപ്പോൾ കുട്ടി നടന്നു തുടങ്ങിയത് തന്നെ. 2.5 വയസ്സിൽ കണ്ടുപിടിക്കുകയാണ് തൻ്റെ കടിഞ്ഞൂൽ കുഞ്ഞിന് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. പിന്നെ ട്രീറ്റ്മെന്റിലേക്ക് തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവണം. 2.5 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇയർഫോൺ വെച്ച് സ്പീച്ച് കൊടുക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു, മാർക്കം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 3 വയസ്സോടുകൂടി സ്പീച്ചിനാക്കാനുള്ള ഇത് ചെയ്തു. അപ്പോൾ സ്പീച്ചിന് കൊണ്ടുപോയി. അപ്പോൾ ചേട്ടനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 2 മണിക്കൂർ സ്പീച്ച് ഉണ്ടാവുള്ളൂ. അത് കടവന്ത്രയിലായിരുന്നു സ്പീച്ച്. രാധിക മിസ്സായിരുന്നു അവിടുത്തെ ടീച്ചിങ് കൊടുത്തോണ്ടിരുന്നത്. അപ്പം ചേട്ടൻ 10 മണി തുടങ്ങി 12 മണി വരെ ആയിരുന്നു സ്പീച്ചിൻ്റെ സമയം. ആ സമയത്ത് കൊണ്ടുവരും. എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് കേൾക്കണം. എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു, കാരണം അടുത്ത കുട്ടീനെ ഞാൻ സുഖിലായിരിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പോയില്ല. അപ്പോൾ ചേട്ടൻ തന്നെ പോകും, കൊണ്ടുവരും, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും, അതനുസരിച്ച് വീട്ടിൽ ഞാൻ പഠിപ്പിക്കും. ആ കൊണ്ടുപോയി വിട്ട സ്കൂളിൽ സ്പീച്ച് തെറാപ്പി മാത്രമല്ല, അതൊരു KG സെക്ഷനോ മറ്റോ ആയിരുന്നു. LKG UKGയുടെ ആ ഒരു ഇതും കൂടിയായിരുന്നു. കാരണം കുട്ടീനെ വേർഡ്സ് ഒക്കെ പഠിപ്പിച്ചാണ് അവർ വിട്ടത്. ഇപ്പം ഒരു പിക്ചർ കാണിച്ചിട്ട്, ഇപ്പോൾ പന്ത് എന്നുള്ളൊരു പിക്ചർ കാണിച്ചിട്ട് അതിൻ്റെ പിക്ചർ ഇങ്ങനെ പേപ്പറിലെടുത്ത് ഒട്ടിക്കുക, കാർഡ്ബോർഡ് ആക്കുക, അത് കവർ ചെയ്ത് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ ആ വേർഡ്സ് പഠിപ്പിക്കുക. അക്ഷരങ്ങളായിട്ടല്ല, വേർഡ്സ് ആയിട്ടാണ് പഠിപ്പിച്ചത്. പന്ത്, പമ്പരം, അങ്ങനെ ഓരോ വേർഡ്സും. പിന്നെ അതിനുശേഷമാണ് എഡ്യൂക്കേഷനിലേക്ക്, അതായത് മെയിൻ സ്ട്രീമിലേക്ക് പോകുന്നത്. അത് 6 വയസ്സായപ്പോൾ തന്നെ 1-ാം ക്ലാസ്സിലോട്ട് ആക്കിയ ആളെ നോർമൽ സ്കൂളിലോട്ട് ആക്കിയത് സെൻറ്റ് മേരീസിലാണ് ആക്കിയത്. 1-ൽ അവിടെ പഠിച്ചു, 2-ൽ പഠിച്ചെങ്കിലും ഞാനപ്പം ടീച്ചറിനോട് പറഞ്ഞു 1 വർഷം കൂടി ഇരുന്നോട്ടെ ആള്, കാരണം സാധാരണ നോർമൽ പിള്ളേരുടെ കൂടെ തന്നെയാണല്ലോ. അപ്പം അങ്ങോട്ട് ആൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല ക്ലാസ്. 1 വർഷം കൂടി ക്ലാസ്സിലിരുന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 1 വർഷം കൂടി ഇരുത്തി, 2-ൽ. അത് കഴിഞ്ഞ് 3-ാം ക്ലാസ്സിലോട്ടായി. അപ്പോൾ 3-ാം ക്ലാസ്സിലോട്ടായി കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇനി ആക്കടെ റെക്കോർഡ് അനുസരിച്ച് ആൾ 4-ാം ക്ലാസ്സിലാണ് ഇപ്പം. അപ്പം 4 വരെ ഉള്ളൂ അവിടെ. അപ്പോൾ തിരിച്ച് 5-ാം ക്ലാസ്സിലോട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. ആദ്യകാലത്ത് കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ സ്കൂൾ പ്രിഫർ ചെയ്യാത്തത്? ശരിക്കും അങ്ങനെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ നമ്മുടെ ഇവിടെ ചുറ്റോട്ടും അന്വേഷിച്ചു, അങ്ങനെ കിട്ടിയില്ല. അപ്പം നോർമൽ സ്കൂളിലോട്ട് ആക്കി കഴിഞ്ഞാൽ കുട്ടി പഠിച്ചു പോരും എന്ന് തോന്നി. പക്ഷേ ക്ലാസ്സിൽ പോയി തുടങ്ങിയോടുകൂടി കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്കില്ല. മറ്റുള്ള കുട്ടികൾ പരീക്ഷ എടുക്കുമ്പോഴേക്കും ആൾക്ക് മാത്രം മാർക്കില്ല, മറ്റുള്ള കുട്ടികൾക്ക് മാർക്ക് ഉണ്ടാവുമ്പോൾ വീട്ടിലൊന്ന് സങ്കടമാണ്, കരച്ചിലാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലേ? പറ്റുന്നില്ല, കാരണം ടീച്ചർ പറയുന്നത് മനസ്സിലാവണില്ല. അപ്പം അങ്ങനെയായി പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ അന്വേഷിച്ചത്. മിന്റുവിന് താഴെ 2 പേരും കൂടെ അല്ലേ? സ്വാഭാവികമായിട്ടും അതിനുശേഷം ഒരു കുട്ടിയും കൂടെ വന്നു കഴിയുമ്പോൾ, 2 പേരോടെ വന്നു കഴിയുമ്പോൾ ഒരു പേടി മനസ്സിലുണ്ടാവും. എങ്ങനെയാവും, ഇതുപോലെ തന്നെ ഒരു കേസ് ആയിരിക്കുമോ എന്ന് പേടി ഉണ്ടായിരുന്നു. ശരിക്കും 2ാമത്തെ കുട്ടീനെ സൂലായിരുന്ന സമയത്താണ് മിന്റുവിനെ ആ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി പെട്ടെന്നൊരു കുട്ടി ആയിക്കഴിഞ്ഞാൽ ഇതിനെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു. പക്ഷേ ഓൾറെഡി അപ്പോൾ സൂലായിരിക്കണമായിരുന്നു. അപ്പം കുഴപ്പമില്ല എന്നുള്ള മൈൻഡായിരുന്നു. അപ്പം ആകെ ടെൻഷനായി, കാരണം ഇനിയിപ്പോൾ അടുത്ത കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പിന്നെ അവർ തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിലൊന്നും കുഴപ്പമുണ്ടായില്ല, നോർമലായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇവര് 3 പേരും എങ്ങനെയാണ് വീട്ടില് തല്ലുപിടുത്തമുണ്ട്. അതായത് ആൾക്ക് ദേഷ്യം കൂടുതലാണ്, പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ അതായത് മറ്റവര് പറഞ്ഞു നിൽക്കും, ആൾക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല.
സിസ്റ്റർ ദീപ ജോസഫ് SFN ഹെഡ് മിസ്റ്റേഴ്സ് ഫാദർ അഗസ്റ്റീനോ വിജിനി സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി. രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഒരു സ്കൂളാണിത്. സ്പെഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കുറേ മണിമുത്തുകളെ ഇവിടേക്ക് സമ്മാനമായി കിട്ടുന്നുമുണ്ട്. ഇവരുടെ ഒരു അക്കാഡമിക് ലെവലൊക്കെ എങ്ങനെയാണ് സിസ്റ്റർ? ഞങ്ങൾ മറ്റ് സ്കൂളുകളിൽ നിന്ന്, സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും, ഹിയറിംഗ് ഇമ്പേർഡ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരെ സംസാരത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കാതെ അതായത് അവരുടെ ഹിയറിംഗ് എയ്ഡിൻ്റെയും ലിപ് മൂവ്മെൻറ്റ് നോക്കിക്കൊണ്ടാണ് അവർ പഠിക്കുന്നത്. സാധാരണ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ സംസാരത്തിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവർ വളരെ ചെറുപ്പത്തിലെ സ്കൂളിലേക്ക് വരുന്നു. അവർക്ക് ഓരോ അക്ഷരങ്ങളും സ്കൂളിലേക്ക് വരുമ്പോൾ അക്ഷരങ്ങളൊന്നും അവർക്കറിയില്ല, ശബ്ദങ്ങൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം വളരെ 3 വയസ്സ് ഉള്ളപ്പോൾ വന്നാൽ ഏറ്റവും വളരെ അഭികാമ്യം. അപ്പം ഈ സമയത്ത് വരുന്ന കുട്ടികളെ നമ്മൾ ടാക്ടൈൽ മെത്തേഡിലൂടെ, ടച്ചിങ് മെത്തേഡിലൂടെയാണ് ഓരോ സൗണ്ട്സും അതുപോലെ തന്നെ ഓരോ സൗണ്ട്സും പ്രൊഡ്യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് അവരെ കാണിച്ചു കൊടുക്കും. മിററിൻ്റെ മുമ്പിൽ വെച്ച് അവരെ കാണിച്ചു കൊടുക്കും ഓരോ സൗണ്ട്സും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ആ ഒരു മെത്തേഡിലൂടെ ഓരോ സൗണ്ട്സും പഠിപ്പിച്ചുകൊണ്ട് വാക്കുകളിലേക്ക് വരുന്നു, സെൻറ്റൻസിലേക്ക് വരുന്നു. അങ്ങനെ പ്രീ സ്കൂൾ ലെവലിൽ നമ്മൾ 5 സെൻറ്റൻസ് ഒരു കുട്ടി പറയത്തക്ക രീതിയിൽ അവരെ പ്രാപ്തരാക്കുന്നു. ഒട്ടും ശബ്ദമില്ലാതെ വരുന്ന കുട്ടികൾ പ്രീ സ്കൂളിൽ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഏകദേശം അവർ വാക്യങ്ങൾ പറയാനായിട്ട് പ്രാപ്തരാകും. പിന്നീടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരെ പ്രൊമോട്ട് ചെയ്യുന്നത്. മിന്റുവിന്റെ ഒരു അക്കാഡമിക് ലെവലും പെർഫോമൻസും ഒക്കെ എങ്ങനെ? മിന്റു ചെറുപ്പം മുതൽ തന്നെ ക്ലാസ്സിൽ ഫസ്റ്റായിട്ടാണ്, ടോപ്പസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സിലായപ്പോഴും അവൾ തന്നെയാണ് ടോപ്പസ്റ്റ്. അതുപോലെ പുറത്തെ എക്സൽ ഇപ്പോൾ അക്ഷരദീപം പരീക്ഷയിൽ അവൾ തന്നെ ടോപ്പസ്റ്റ് ആയിട്ടിരിക്കണം, മിന്റു തന്നെ. പിന്നെ മിന്റുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ വളരെ മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് ആണ്. പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ല. ഈ സ്കൂളിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണ്? 1995 ഇത് സ്ഥാപിച്ചത്. ഇത് നമ്മുടെ കൊച്ചി രൂപതയിലെ പിന്നെ ജോസഫ് കുരീത്ര പിതാവിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു കൊച്ചി രൂപതയിൽ ഇപ്രകാരം ഒരു ഹിയറിംഗ് ഇമ്പയർഡ് സ്കൂൾ വേണമെന്ന്. അപ്പോൾ പുള്ളി പിന്നെ ഞങ്ങളെ കോൺഗ്രേഷൻ ഡോട്ടേഴ്സ് ഓഫ് നസ്രത്തിനെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ ഇത് ഒരു ചെറിയൊരു സ്ഥാപനമായിട്ടാണ് തുടങ്ങിയത്. സിസ്റ്റർ മേരി അത്തിപ്പുഴയായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സിസ്റ്റർ സെലിൻ അവർ രണ്ടുപേരുമാണ് ഇത് പഠിച്ച് ഹിയറിംഗ് ഇമ്പയർഡ് പ്രത്യേക കോഴ്സ് ഇറ്റലിയിൽ നിന്ന്, ആ സമയത്ത് ഇവിടേക്കൊന്നും അത്തരത്തിലുള്ള കോഴ്സുകളില്ലായിരുന്നു. അപ്പോൾ ഇറ്റലിയിൽ നിന്ന് പഠിച്ച് ഇവിടെ വന്നു. ചെറിയൊരു ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ് ഒരു 10 പേരുണ്ടായിരുന്നൊരു ഗ്രൂപ്പാണ്. അപ്പം അവരുടെ ഉദ്ദേശം ഇങ്ങനെയുള്ള കുട്ടികളെ എടുത്തിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുക. ക്ലാസ് ലെവലിൽ തുടങ്ങാനൊന്നും അന്ന് ചിന്തയില്ലായിരുന്നു. കുറച്ചിങ്ങനെ ഹിയറിംഗ് ഇമ്പയർഡ് കുട്ടികളും ഓട്ടോമാറ്റിക്കലി ഡംബായിട്ടുള്ള കുട്ടികൾ, ഡഫ് ആൻഡ് ഡംബ് എന്നല്ലവരെ പറയണത്. അത് ഡഫ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഡംബായി പോണാണ്. അപ്പം ഇവരേക്ക് സംസാരിക്കാൻ കഴിയും, അത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി അവർ പിന്നെ ഈ കുറച്ച് കുട്ടികളെ, അത് സമീപ പ്രദേശങ്ങളിലെ കുട്ടികളെയൊക്കെ പിന്നെ പാരൻസിനെയൊക്കെ ഇൻഫോം ചെയ്തു. അവർ ഏകദേശം ഇപ്പോൾ ചെറിയൊരു ഗ്രൂപ്പ് 10 കുട്ടികളടങ്ങിയ ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിനെ തുടക്കത്തിൽ തന്നെ, പക്ഷേ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഏജ്ഡായിരുന്നു. അതായത് ഒരു 12-13 വയസ്സൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിന്. അത് പറഞ്ഞു. പിന്നെ ഓരോരുത്തർ അമ്മ അപ്പ അങ്ങനെ ഓരോ സൗണ്ട്സും വാക്കുകൾ പറയാൻ തുടങ്ങി. അപ്പം അത് ഒത്തിരി മാതാപിതാക്കൾക്ക് അപ്പം അവർക്ക് മനസ്സിലായി സംസാരിക്കാൻ പറ്റൂ കുട്ടികൾക്ക്. അത് നമ്മളുടെ ആ 2 സിസ്റ്റേഴ്സിൻ്റെയും എഫർട്ടാണ് ചെയ്തത്. അപ്പോൾ കോൺഗ്രിഗേഷൻ്റെ വളരെയധികം പിന്തുണ പിന്നെ ഈ സ്കൂളിനുണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സ് ഇവർ പിന്നീട് പാരൻസ് ആവശ്യപ്പെടുകയാണ്, നമ്മൾക്ക് ഇങ്ങനെ പോയാൽ പോരാ, ക്ലാസ് വൈസ് തുടങ്ങണം. 150-200 കുട്ടികൾ ഇവിടുന്ന് 10ാം ക്ലാസ് പഠിച്ചു പോയി. അപ്പോൾ ഈ കുട്ടികൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പണ്ട് ഡെഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡെഫ് ആൻഡ് ഡംബ് എന്ന് വെച്ചാൽ അവർ വീടിൻ്റെ അകത്തൊരു മൂലയ്ക്ക് ഇരിക്കണം, ആരാലും പിന്നെ ശ്രദ്ധിക്കാതെ വീടിനകത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ ഇങ്ങനെ ആരും ശ്രദ്ധിക്കില്ല, സമൂഹം ശ്രദ്ധിക്കില്ല, ഇവരെ എപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾക്ക്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി തന്നെയാണ് മിന്റു. അതുകൊണ്ട് എന്താണ് മിന്റുവിൻ്റെ ഫ്യൂച്ചറായിട്ട് സിസ്റ്റർ കാണുന്നത്? മിന്റു വളരെ നല്ല നിലയിൽ പോകുന്നതിനാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അത്രമാത്രം ട്രൈ ചെയ്യുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് IT മേഖലയിൽ ഗവൺമെൻറ് സർവീസ് തന്നെ പ്രവേശിക്കാനായിട്ടുള്ള പിന്നെ എല്ലാ സാധ്യതകളും ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഭാവി കുട്ടിക്ക് ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങളുടെ പ്രതീക്ഷയാണ്. ലീന ബെനഡിക്ട് SFN ടീച്ചർ ഫാദർ അഗസ്റ്റീനോ വിച്ചിനി സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി. നമുക്കറിയാവുന്ന പോലെ തന്നെ മിന്റു ഒരു നല്ല കലാകാരിയാണ്. ഫ്ലവർ മേക്കിങ്ങിലാവട്ടെ നിരവധി തവണ സംസ്ഥാനത്ത് തലത്തിൽ വിജയിയായ ഒരു കുട്ടിയും വേണം. എങ്ങനെയാണ്
മിൻറ്റു ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? അവിടെ പോയ എക്സ്പീരിയൻസുകളൊക്കെ എങ്ങനെയായിരുന്നു? മിൻറ്റു ഇവിടെ 1-ാം ക്ലാസ് തുടങ്ങി തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവിടെ ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സമയത്ത് മിൻറ്റുവിന് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത തോന്നുമായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള കുട്ടിയായിട്ടാണ് നമുക്ക് ആദ്യം തോന്നിയത്. കാരണം തലയൊക്കെ ഇത്തിരി ഇങ്ങനെ ചരിച്ച് അങ്ങനത്തെ ഒരു ഇതായിരുന്നു നമുക്ക് ആദ്യമേ കിട്ടിയപ്പോൾ, ആ കുട്ടീനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ. അപ്പോൾ ഇവർക്ക് സ്കൂളിലേക്ക് വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾക്കിവിടെ ഹോസ്റ്റലില്ലായിരുന്നിട്ടും നമ്മൾ ഞങ്ങളുടെ കെയർ ഓഫിൽ, സിസ്റ്റേഴ്സിൻ്റെ കെയർ ഓഫിൽ കുട്ടീനെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിർത്തി. ഹോസ്റ്റലിൽ നമ്മുടെ കൂടെ വേറെ 2 കുട്ടികൾ കൂടെ ഉണ്ട്. ഇവരും ദൂരത്തുനിന്ന് വരുന്ന കുട്ടികളാണ്. അടുത്തൊന്നും സ്കൂളില്ലാത്തത് കൊണ്ട് ഇവർക്ക് വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ട് നമ്മൾ ഈ കുട്ടീനെ നമ്മുടെ കൂടെ നിർത്തി. അവർക്ക് മുന്നിലോട്ടുള്ള ജീവിതത്തിലേക്ക് വേണ്ടി നമ്മളൊരു എന്തെങ്കിലും ഒരു തൊഴിൽപരമായിട്ടുള്ളൊരു കാര്യം അഭ്യസിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട്. വർക്ക് എക്സ്പീരിയൻസ് അത് നമ്മൾ അങ്ങനെ മത്സരത്തിന് കൊണ്ടുപോകുക, അതല്ലാതെ അത് അവർക്ക് പിന്നീട് ഒരു ജീവിത മാർഗമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ട് അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇവളൊരു 5-6 വയസ്സ് തുടങ്ങിയെങ്കിലും ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിന്റെ എതിരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് മത്സരം സ്റ്റേറ്റ് ലെവലിലാണ്, അല്ല അതിന് താഴെ ഡിസ്ട്രിക്ട് ലെവലിലൊന്നും ഇവർക്ക് മത്സരമില്ല. ഇവർ നേരെ ചെല്ലുന്നത് സ്റ്റേറ്റ് ലെവലിലേക്ക് മത്സരിക്കാനാണ്. അപ്പം മൊത്തം കേരളത്തിലുള്ള ഈ സ്പെഷ്യൽ സ്കൂളിലെ ഡെഫ് ആൻഡ് ഡമ്മിൻ്റെ കുട്ടികൾ ഒരുമിച്ച് അവിടെ വരുന്നത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽ ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ പെറ്റൽസ് നമ്മൾ എടുത്ത് നോക്കും, എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് വന്നേക്കുന്നത്, എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തേക്കണതെന്ന് വെച്ചിട്ട് ഒറിജിനൽ സാധനം വെച്ചാണ് നമ്മൾ വെട്ടി പഠിപ്പിക്കുന്നത്. മോഡലിൽ വെച്ച് അപ്പോൾ ഒറിജിനൽ സാധനം തന്നെ നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരണം. അപ്പോൾ അതിനാണല്ലോ പെർഫെക്ഷനായിട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് മിൻറ്റുവിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചേക്കുന്നത്. കേൾക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കുറവ് അത് ദൈവം വേറെ ഒരു രീതിയിൽ നികത്തി കൊടുത്തേക്കുവാണ്. ശരിക്കും അതിനൊരു ഉദാഹരണമാണ് മിൻറ്റു. സ്റ്റാൻലി ആർട്ട് ടീച്ചർ ഫാദർ അഗസ്റ്റിനോ വിച്ചിനി സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സാറിനെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു നിരീക്ഷണ പാഠവുമാണ്. മിൻറ്റുവിനെ പോലെയുള്ളൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് മിൻറ്റുവിൽ അത് വർക്കാവുന്നുണ്ടെന്ന് സാറിന് മനസ്സിലാവുക? മിൻറ്റുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഒരു പാവം കുട്ടിയാണ്. ഒരു ഉപദ്രവമില്ല. ഒരു ചെറിയ ഒരു തോണ്ട് പോലും ഒരാളെ ചെയ്യൂല. അങ്ങനെയുള്ള മനസ്സുള്ള ഒരു കുട്ടിയാണിത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യണ കാര്യങ്ങളും ആ ഒരു രീതിയിലായിരിക്കും. മിൻറ്റുവിലെ കലാകാരിയെ എങ്ങനെ കാണുന്നു? നന്നായിട്ട് ചെയ്യണമുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നല്ല. മിൻറ്റുവിനെ പോലെയുള്ള കുട്ടികളെ കുറേ പേരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുപോലുള്ള കുട്ടികൾ ഇങ്ങനെ ആർട്ടിലേക്ക് ഇറങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന്? കുറവുകളുണ്ടെന്നാണ് സമൂഹം പറയണത്. ചെവി കേൾക്കില്ല, സംസാരിക്കില്ല. അത് വലിയൊരു കുറവല്ല. അത് ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ കുറവിനെ പ്രതിരോധിക്കുന്നത് ഇങ്ങനെയുള്ള കഴിവുകളിലൂടെയാണ്. അത് സമൂഹത്തിനൊരു പ്രചോദനവുമാണ്. ഈ മിൻറ്റുവിനെ പോലത്തെ ഒരു കുട്ടി ഇത് ഡ്രോയിങ് ചെയ്ത് വിൻ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ, പുറത്തുനിന്ന് ഒരു നോർമൽ സ്റ്റുഡൻസ് കാണുമ്പോൾ എന്നേക്കാൾ കേൾവിയില്ല, സംസാരമില്ല, അവർ നല്ല രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആയിക്കൂടാ? അപ്പോൾ അവനൊരു എൻകറേജ്മെൻ്റ് ആണ്. പറയാൻ മനസ്സിലായോ? അതാണ് മിൻറ്റുവിൽ ഉള്ള സ്പെഷ്യാലിറ്റി. മിസ്റ്റർ മൈക്കിൾ CJ അഥവാ ജോൺസൺ സാർ, ഡാൻസ് ടീച്ചർ ഫാദർ അഗസ്റ്റിനോ വിച്ചിനി സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരം കുട്ടികളെ ഡാൻസ് ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ പണിപാടുള്ള ഒരു പണി തന്നെയാണ്. അവരുടെ ആദ്യ ചുവട് എന്താണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയിലേക്കുള്ള നൃത്ത ചുവടുകൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ. ഇവർക്കൊരു സ്റ്റെപ്പ് നമുക്കിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഋതത്തിലേക്ക് ആക്കണമെങ്കിൽ, അതിപ്പോൾ നോർമലായിട്ടുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ഋതം ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഋതത്തിലേക്ക് ആക്കുക ബുദ്ധിമുട്ടാണ്. അതിലും 10 മടങ്ങ് ബുദ്ധിമുട്ടാണ് ഋതത്തിലേക്ക് ആക്കുക. ആദ്യത്തെ ക്രിയ ഋതമാക്കുക എന്നുള്ളതാണ്. ഇവരെ എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. ഇത് രണ്ടുമാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. മിൻറ്റുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇവരുടെ മാനസിക സന്തോഷം ഇത്രത്തോളം വരെ ഉയർത്താൻ പറ്റും. അത്ര ഉയർത്തിയാലും മാത്രമേ
ഈ നാടോടി നൃത്തം ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ ക്ലാസിക്കൽ, സെമി ക്ലാസിക്കലാണെങ്കിലും ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് ഇവിടെ. അതൊക്കെ ബുദ്ധിമുട്ടാണ്, അവർക്കും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. മറിച്ച് അവർക്ക് എന്താണ് ഒരുപാട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് ആ താല്പര്യം വരുത്തിക്കും ഇങ്ങനെയുള്ള മാർഗത്തിലൂടെ, ഇഷ്ടത്തിലൂടെ. എന്തു പറഞ്ഞാലും മകളെ പഠിപ്പിക്കണം, അവൾ ആഗ്രഹിക്കുന്ന വിധം തന്നെ ഉയരങ്ങളിൽ എത്തിക്കണം. കഴിയില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിലൂടെ ഒരു മാതൃകയായി തന്നെ അവളെ മാറ്റണം. അതിനായി ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രത്തോളം യോജിച്ചു പോകുന്നു? ഇപ്പം മിന്റു 10th ശരിക്കും ഞാൻ 2 വർഷമായുള്ളൂ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പപ്പ ഇപ്പോൾ പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഹോസ്റ്റലിലാവുമ്പോൾ അവിടുത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് എന്നൊരു സ്റ്റേബിൾ ബാലൻസ്ഡ് ടൈം ടേബിൾ ആയിരിക്കും. അപ്പോൾ അത് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അത് മാറാറുണ്ടോ? നേരത്തെയൊക്കെ മാറുമായിരുന്നു. ഇപ്പൊ 10th കുഴപ്പമില്ല, ആള് രാവിലെ തന്നെ എഴുന്നേക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ലക്ഷ്യബോധം ഉള്ളതുകൊണ്ട് പഠിച്ചു പോകുന്നു. ഭയങ്കര ടെൻഷനാണ്. എന്താണ് ഒരു ലക്ഷ്യമായിട്ട് തോന്നുന്നത്? അതായത് മിന്റു എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ആവണം? അവിടെ 10th വരെ ഉള്ളൂ. ഇനിയിപ്പോൾ +1 +2 വേറെ എവിടെയും അന്വേഷിക്കണം, കൊണ്ടുപോകണം. അന്ന് ആ ഡെലിവറിക്ക് ശേഷം കരിനീല കളറിൽ, നീല കളറിൽ കണ്ടു എന്ന് പറഞ്ഞ ആ കുട്ടി അല്ല ഇപ്പം മിന്റു. വർക്ക് എക്സ്പീരിയൻസിനും മറ്റു മത്സരങ്ങളും ഒക്കെ പോയി നല്ല നിറമുള്ള സമ്മാനങ്ങൾ വാങ്ങി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. എങ്ങനെ നോക്കി കാണുന്നു അമ്മ ഇതിനെ? സന്തോഷത്തിൽ അങ്ങോട്ട് പോകും. കൊച്ചിൻ്റെ സന്തോഷവും ആ പെരുമാറ്റവും കണ്ട് ഞങ്ങൾ നല്ല രീതിക്കുള്ള പെരുമാറ്റമാണ്. അപ്പോൾ പിന്നെ എപ്പോഴും സന്തോഷമാണ്. ആ സന്തോഷം എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന പോലെ തന്നെ വരട്ടെ. അത് നമ്മൾ സങ്കടപ്പെടരുത് അല്ലേ? എല്ലാം നല്ലതായിട്ട് തന്നെ വരും. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടതിന്നിൻ തടാകമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടതിന്നിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദ തെന്നലേ, രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാതനീ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യകാരുണ്യം ചിന്തിയെന്നുള്ള ദൈവസ്നേഹം നിറയ്ക്കണേ. ആഗ്രഹങ്ങൾക്കൊത്ത് പറക്കാൻ സാധിക്കുന്നത് പോലും വലിയ കാര്യമാണ്. പറക്കുമ്പോൾ ശാന്തമായി സമാധാനത്തോടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കണമെങ്കിൽ മിന്റുവിനെ പോലെയുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം. നമ്മൾ ഇനിയും കണ്ടുമുട്ടും അടുത്ത ആഴ്ച അടുത്ത അതിഥിയുമായി കനൽ വഴികളിൽ. ജീവിത നീഴൽ വഴികളിൽ നാദൻ ചൂടിയ മുൾക്കിരീടം എന്നും ജീവന്റെ ഹൃദയ വീതിയിൽ സാന്ത്വനമായി പുഷ്പകിരീടം പ്രത്യാശയായി